ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കപ്പ പപ്പടമാണ്. മരവള്ളിക്കിഴങ്ങ് പപ്പടം എന്ന് പറയും, മരിച്ചിനിക്കിഴങ്ങ് പപ്പടം എന്നൊക്കെ പറയണം. അതിന് വേണ്ടി കപ്പ എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഞാനൊരു 1/2 kg കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫുള്ള് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു കടായിലോട്ട് മാറ്റാം. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ ആ മിക്സി ജാറ് കഴുകി കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് എള്ള്, ഞാൻ വെള്ള കളർ എള്ളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജീരകം, എള്ള് 1 ടേബിൾ സ്പൂൺ, അതുപോലെ ജീരകവും 1 ടേബിൾ സ്പൂൺ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ കളറും കിട്ടും പപ്പടത്തിന്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈ വിടാതെ തന്നെ ഇളക്കിയെടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പം തന്നെ ചേർക്കുക. ചേർത്ത് നന്നായിട്ട് ഇളകി കുറുകി വരുമ്പം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. നല്ല പേസ്റ്റ് പോലെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റേജ്. ഈ സമയം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. പിന്നെ ഒരു വെള്ള തുണി എടുത്ത് അതിനകത്ത് നമുക്ക് ഈ മാവിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇതിങ്ങനെ ഒരു 2-3 ദിവസം, ഇപ്പം നല്ല സമ്മറൊക്കെ ആയതുകൊണ്ട് 2 ദിവസത്തിനകത്ത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇല്ലെങ്കിൽ ഒരു 4 ദിവസം വരെ വെയിലത്ത് വെച്ചെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഒഴിക്കാം, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ ഒഴിക്കാം. കുറച്ച് തിക്കായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഞാനൊരു 1/2 കിലോ കിഴങ്ങെടുത്തതിൽ ഇപ്പോൾ ഒരു 20-25 പപ്പടത്തിന് മുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 ദിവസം നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. അതിനുശേഷം ഇതിനെ നമ്മൾ തിരിച്ച് ഈ തുണിയിൽ നിന്ന് മാറ്റിയതിന് ശേഷവും 2 ദിവസം പിന്നെയും നമ്മൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അതിനകത്ത് ഈ വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടാവും, ആ മയം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇത് 2 ദിവസം ആയപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി അങ്ങ് തുണിയിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. വെള്ളം തൊട്ട് നമ്മുടെ ഈ തുണിയെ ഇങ്ങനെ പുറം വശത്തിൽ തിരിച്ചിട്ടിട്ട് തന്നെ ഇതുപോലെ വെള്ളം തൊട്ട് ആ പപ്പടത്തിൽ ഇളക്കി കൊടുക്കുക. നല്ല നമ്മൾ സമാധാനമായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുക. അപ്പം തന്നെ അത് പുറകിൽ നിന്ന് ഇങ്ങനെ ഇളകി വന്നോളും പപ്പടം. അങ്ങനെ സൈഡിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വെള്ളം വെച്ച് എടുക്കുന്നതുകൊണ്ട് ഒരു 2 ദിവസം പിന്നെയും ഈ പപ്പടത്തിന് വല്ല പ്ലേറ്റിൽ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് 2 ഡേയ്സും കൂടെ പിന്നെയും ഒന്ന് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്താൽ നല്ല ഷെൽഫ് ലൈഫ് കിട്ടും. ഒരു 1 ഇയർ വരെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പപ്പടം പൊരിച്ച് നോക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം ഓരോ പപ്പടമായിട്ട് നമുക്കൊന്ന് ഇട്ട് പൊരിച്ചെടുക്കാം. ഒരുപാട് സമയം എണ്ണയിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും.
ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ നമ്മളെ ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് തിന്നാൻ നല്ല അടിപൊളിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചായക്ക് വൈകുന്നേരം കടി പലഹാരമായിട്ടൊക്കെ കഴിക്കാം. നല്ല അടിപൊളി പപ്പടമാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ ബൈ.